പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന മനുഷ്യജീവിതത്തിൻ്റെ, പ്രകൃതിയുടെ തനി ആവാസ വ്യവസ്ഥയുടെ സൂക്ഷിപ്പായി ബാക്കി നിൽക്കുന്ന അപൂർവം കേന്ദ്രങ്ങളിലൊന്നാണ് കണ്ണൂർ ജില്ലയിലെ മാങ്ങാട്ടുപറമ്പിനടുത്തുള്ള നീലിയാർ കോട്ടം. ആധുനികതയോട് ഇപ്പോഴും മല്ലടിച്ച് നിന്ന് പൊരുതി നിൽക്കുന്ന കണ്ണൂർ ജില്ലയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രം കൂടിയാണ് നീലിയാർകോട്ടം. നീലിയാർകോട്ടം കാവിലെ അമ്മയുടെ പരിചരണത്തിലുള്ള ഒരു വനഭൂമിയായി ഭക്തിയുടെ പേരിലോ ഏതിൻ്റെ പേരിലായാലും മനുഷ്യൻ്റെ ആത്മീയതയുടെ പേരിൽ ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊരു ഇടമാണ് നീലിയാർകോട്ടം. ഒരു നൂറ്റാണ്ടിൻ്റെ കഥ അല്ലെങ്കിൽ നൂറ്റാണ്ടുകളുടെ കഥ ആ നാട്ടുകാർ നേറ്റീവ് റിലിജനായി കൊണ്ടു നടക്കുന്നുണ്ട്. ചെറിയ വീട്ട് തറവാട്ട് വകയുള്ള ഒരു ക്ഷേത്രമാണ്. അവരെ കുടുംബപരമായിട്ടുള്ള കുടുംബ ട്രസ്റ്റാണ് ഇപ്പോൾ നടത്തുന്നത്. അവരെ പാരമ്പര്യമായിട്ട് അങ്ങനെ അവർ തന്നെ വീട്ടിൽ തറവാട്ടിൽ ആരാ മൂപ്പെന്ന് വെച്ചാൽ അവരാണ് കൈകാര്യകർത്താവായിട്ട് ഉണ്ടാകുന്നത്. ഇവിടെ സാത്വിക സ്വരൂപവും താമസ സ്വരൂപവും കൂടി ഒന്നിച്ചുള്ള ഒരു പ്രതിഭാസമാണ് ഇവിടെ. മറ്റേത് സ്ഥലത്തും ഇല്ലാത്ത ഒരു പ്രത്യേകതയാണ് ഇത്. സാത്വിക സ്വരൂപം താമസ സ്വരൂപം കൂടി ഒന്നിച്ച് ഒരു ദൈവമായിട്ട് ഒരു ദേവിയായിട്ട് ഇവിടെ വന്ന് ഇവിടുത്തെ പ്രതിഷ്ഠ നടക്കുന്നത്. നീലിയുടെ മിത്ത് നമുക്ക് വളരെ നന്നായിട്ടറിയാം. തലേദിവസം വൈകുന്നേരം ഒരു പൊലയനും പൊലയെയും കഞ്ഞി കുടിക്കാൻ വിളമ്പി വെച്ചിട്ട് കഞ്ഞി കുടിക്കാതിരിക്കുകയും എന്താണ് നിങ്ങൾ കഞ്ഞി കുടിക്കാത്തതെന്ന് ഒരു ഭാര്യ ചോദിക്കുകയൊക്കെ ചെയ്യുന്നൊരു കഥ അതിൻ്റെ പിറകിലുണ്ട്. നാളെ തമ്പുരാൻ്റെ മുന്നിൽ എൻ്റെ മോളെ കൊണ്ടുപോകണം, മോൾക്ക് പൊലയുണ്ടത്രേ എന്നാണ്. പക്ഷേ സ്വന്തം പിതാവിനെ കൊണ്ട് കൊല്ലിക്കുക എന്ന് പറയുന്ന നാടൻ മാടമ്പി ഫ്യൂഡൽ ഭൂദുഷ്പ്രഭുത്വ പ്രഭുക്കന്മാരുടെ ഒരു ഇരയായിട്ടാണ് അവിടെ നീലി വരുന്നതെങ്കിൽ പോലും പിന്നീട് സാധാരണഗതിയിൽ വധിക്കപ്പെടുന്ന ഏതൊരു സ്ത്രീരത്നത്തെയും പിന്നീട് ആരാധിക്കുന്ന ഒരു രീതി ചിറക്കൽ കോവിലകത്തിൻ്റെ തട്ടകത്തിലുണ്ട്. അങ്ങനെ വരുമ്പോഴും കോട്ടത്തമ്മ, നീലിയാർകോട്ടത്തമ്മ തായ്പര്യദേവതയല്ല, തിരുവറകാട്ട് അമ്മയല്ല, മറിച്ച് വളരെ സ്വതന്ത്രമായ വ്യക്തിത്വമുള്ളൊരു ദേവതയായിട്ടാണ് ഇത് വരുന്നത്. നീലി മഹാകേശി എന്നാണ് നമ്മൾ അമരംഭകവറ്റ നീലമഹാകേശി അമ്മയെ ശരണന്തായ എന്നാണ് ഈ തോറ്റത്തിൻ്റെ ലാസ്റ്റ് വപ്പ്. അപ്പോൾ നീലി എന്ന് പറയുന്നതുകൊണ്ട് ഹരിജൻ സ്ത്രീ ആയിരിക്കും, ചാത്തൻ്റെ മകളാണെന്നെല്ലാം ഇങ്ങനെ പറയുന്നതല്ലുണ്ട്. അതിൻ്റെ അകത്ത് ഞാൻ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നില്ല. അന്ധമായി നിന്നാരൻ തന്നോട് ദേവിയും ആദിയിൽ ബ്രഹ്മമായ തന്നോട് പുത്രിയുമാണ് ആദ്യത്തെ തോറ്റ തുടങ്ങുന്നത്. അപ്പോൾ അന്ധാണ് ഇപ്പം പിടുത്തം കിട്ടിയില്ല. ഞാനങ്ങനെ വിശ്വസിക്കുകയും ചെയ്യുന്നത്. അതിന് കണക്കായിട്ട് എൻ്റെ ഒപ്പരം ഉള്ളില്ലെന്ന് തരും അമ്മ. ഉള്ളെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ ഉപാസിക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. ഒരു കഥാപാത്രത്തെ എങ്ങനെയാണ് സ്ഥാപനവൽക്കരിക്കുന്നത് എന്ന് ആ വാക്ക് വളരെ പുതിയ വാക്കാണ്. ഒരു കോർപ്പറേറ്റ് വാക്ക് കൂടിയാണ്. ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ എന്ന് പറയുന്നൊരു കോർപ്പറേറ്റ് വാക്കാണ്. അങ്ങനെ വരുന്നത് എന്തുകൊണ്ടാണ്? എൻ്റെ ജീവിത സാഹചര്യത്തിൽ ഞാനുമായി നേരിട്ട് ബന്ധപ്പെടുന്ന ഒരു ജീവിതത്തെ മാത്രമേ എനിക്ക് ബിംബകൽപ്പനയിൽ എത്തിക്കാൻ വേണ്ടി പറ്റുമെന്ന് വിശ്വസിച്ചിരുന്ന പ്രാഗ് സമുദായത്തിൻ്റെ കൃത്യമായ അടയാളപ്പെടുത്തലാണ് നീലി എന്നാണ് ഒരു ആക്ടിവിസ്റ്റ് എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നത്. കാരണം ഒരു റിപ്പൾസീവ് പവറുണ്ട് അവർക്ക്. എനിക്ക് എതിർക്കാനുള്ളൊരു പവറുണ്ട്. ഒരു തമ്പുരാൻ വന്ന് എൻ്റെ മാനത്തിന് വില പറയുമ്പോൾ ഞാൻ നിങ്ങളുടെ കൂടെ ഇല്ല എന്ന് പറയുകയും അതിന് എന്നെ ശിക്ഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ എന്ന് പറയും, കാലം നിങ്ങളോട് കണക്ക് പറയും എന്ന് പറയുന്ന രീതിയിലേക്ക് നമുക്കതിന് ഇക്വേറ്റ് ചെയ്തിട്ട് എടുക്കേണ്ട ഒരു കാര്യമുണ്ട് എന്ന് വിശ്വസിക്കുന്നു ഞാൻ. ഈ മിത്തിനെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ സ്വാംശീകരിക്കും. എന്നിട്ട് ആ സ്വാംശീകരിച്ചിട്ട് പിന്നെ അത് തെയ്യായി മാറും. കൊന്നുകളെ യഥാർത്ഥത്തിൽ ജാതീയത വെച്ച് കൊന്നുകളയാണ്. ഈ വിഷകണ്ഠം തെയ്യത്തിൽ അതിനെ കൊന്നുകളയുന്ന പോലെ ഇവിടെ ഈ നീലിയെ കൊന്നുകളയാണ്. എന്നിട്ട് പിന്നീട് അത് തെയ്യായി മാറുകയാണ്. അങ്ങനെയാണ് നമ്മുടെ തെയ്യത്തിൻ്റെ കഥ മുഴുവൻ എടുത്താൽ ഇങ്ങനെ തെയ്യാക്കി പിന്നെ ഓരോ രീതിയിലും കൊന്നുകളഞ്ഞിട്ട് പിന്നീട് തെയ്യായി തീരുന്നതാണ്. ഒന്നുകിൽ ജാതിയായിരിക്കും, അല്ലെങ്കിൽ അയിത്തായിരിക്കും, അല്ലെങ്കിൽ ഓരോരോ കാരണങ്ങൾ വെച്ചിട്ടാണ്. കുളത്തിലുണ്ടൊരു യക്ഷി എന്നാണ് പറയുന്നത്. യക്ഷി എന്ന് പറയപ്പെടുന്നത് കുളത്തിൽ. അതെങ്ങനെയാണ് വന്നു എന്നുള്ള കാര്യം നമുക്ക് പല രൂപത്തിൽ പല വഴികളുണ്ട്. അതൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. അത് ഏതാണ് ഒറിജിനാലിറ്റി ഉള്ളതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല.
ഇത് പരമശിവൻ്റെ മകളാന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഏതാണ് നല്ലത് ഏതാണ് ഉറപ്പിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിലാണ്. അപ്പോൾ അങ്ങനെ ചുരുക്കി പറയാന്ന് വെച്ചാൽ ഈ ഇല്ലത്ത് ഉള്ളവരെല്ലാം കുളത്തിൽ പോയിട്ട് ചെറിയ പോയി കുളിച്ചിട്ട് വന്നു പറയും. കുളിച്ചിട്ട് വാന്ന് പറയുമ്പോൾ നല്ല ഇവർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഇവിടെ ഭക്ഷണം ഇല്ല, അത്രയും നല്ല ഒരു മണത്തണം ഇല്ലാതെ. കുളിച്ചിട്ട് വരാൻ വേണ്ടി ആര് പോയാലും കുളിച്ചാൻ പോയാലും മടങ്ങി വരില്ല. ഈ കുളത്തിലുള്ള ഒരു സുന്ദരയായ സ്ത്രീ വരും, അത് കഴുത്തറുത്തിട്ട് രക്തം കുടിക്കുന്ന പറയപ്പെടുന്നു. അങ്ങനെ ഞാൻ കേട്ട കഥ. സീക്രട്ട് ഗ്രോവ്സുകൾ അല്ലെങ്കിൽ കാവുകൾ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ മാത്രം പ്രത്യേകതയല്ല, അത് ഒരു യൂണിവേഴ്സൽ ഫിനോമിനയാണ്. സൗത്ത് ആഫ്രിക്ക, ഓസ്ട്രേലിയ, എല്ലാ രാജ്യങ്ങളിലും നമുക്ക് സീക്രട്ട് ഗ്രോവ്സ് എന്ന ഒരു കോൺസെപ്റ്റ് കാണാവുന്നതാണ്. ഇത് നമ്മൾ പറയുകയാണെങ്കിൽ എനിമിസം അല്ലെങ്കിൽ പ്രകൃതി ആരാധനയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പ്രത്യേക ഇടങ്ങളാണ്. അപ്പോൾ ഈ ഒരു ഇടങ്ങളുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഈ ഇടങ്ങൾ ധാരാളം പലതരത്തിലുള്ള സസ്യ ജന്തു ജാലങ്ങളാൽ നിബിഡമായ ഒരു കൊച്ചു വനപ്രദേശം എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ എല്ലാ രാജ്യങ്ങളിലും ഈ സേക്രഡ് ഗ്രോവ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന മലയാളത്തിൽ പറയുന്ന കാവുകളിൽ മെയിനായിട്ടും അതിനകത്തുള്ള മൃഗങ്ങളെയും സസ്യങ്ങളെയും ആണ് മെയിനായിട്ടും ആരാധിച്ചു വരുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്ന നീലിയാർ കോട്ടം എന്ന് പറയുന്ന ഈ ഒരു പ്രദേശത്തിൻ്റെ ചരിത്രപരമായ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് മിസോളിത്തിക് കാലഘട്ടത്തിൽ ഉള്ള ഒരു കാവാണെന്ന് സങ്കല്പിക്കപ്പെടുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം 2008 കണ്ണൂർ സർവകലാശാലയിലെ ചരിത്ര വിഭാഗവും തഞ്ചാവൂരിലെ തമിഴ് യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ സെൽവകുമാരൻ, അദ്ദേഹം വളരെ പ്രശസ്തനായ ഒരു ആർക്കിയോളജിസ്റ്റാണ്, ഇവിടെ പര്യവേഷണം നടത്തുകയുണ്ടായി. പര്യവേഷണം നടത്തിയതിൻ്റെ ഭാഗമായി മിസോലിത്തിക് കാലഘട്ടത്തിൽ അല്ലെങ്കിൽ മധ്യശിലായുഗത്തിലുള്ള അനേകം കല്ലുകളും പാത്രകഷ്ണങ്ങളും ലഭിക്കുകയുണ്ടായി. ഈ കാവിനെക്കുറിച്ച് ചരിത്രപരമായിട്ടുള്ള പഠനങ്ങൾ ഇതുവരെ നടന്നിട്ടില്ല. കണ്ണൂർ ജില്ലയിൽ നമുക്ക് അറിയാം, വലിയ കാവുകൾ എന്ന് പറയുന്ന 5ഓളം കാവുകളുണ്ട്. അതിൽ 5ഓളം കാവുകളിൽ ഒരു വളരെ പ്രധാനപ്പെട്ട വിസ്താരത്തിൽ ഒരു രണ്ടാം സ്ഥാനവും 3ാം സ്ഥാനവും ഉള്ളൊരു കാവാണിത്. 20 ഏക്കറോളമാണ് നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു വിസ്തൃതി എന്ന് പറയുന്നത്. കാവ് ചെയ്യുന്ന ഒരു സേവനത്തിന് മൂല്യം കണക്കാക്കുകയാണെങ്കിൽ എക്കോസിസ്റ്റം സർവീസ് വാല്യൂ ലക്ഷക്കണക്കിന് രൂപ വരും. ഉദാഹരണത്തിന് ഈ ഒരു കാവ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് അധികം ചൂട് അനുഭവപ്പെടുന്നില്ല. ഇത്രയും പ്രദേശത്ത് ഈ 20 ഏക്കറോളമാണ് ഈ നീലിയാർ കോട്ടത്തിൻ്റെ വിസ്തൃതി എന്ന് പറയുന്നത്. ഈ 20 ഏക്കറോളം വിസ്തൃതിയുള്ള ഈ ഒരു പ്രദേശത്ത് ഇതൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഭയങ്കരമായ ചൂടാകുമായിരുന്നു. അപ്പോൾ അതിന് പകരം ഈ ഒരു കാവ് നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ അന്തരീക്ഷം ചൂടാകാതെ നോക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഈ കാവിൻ ചെയ്യുന്ന സേവനത്തിന് നമ്മൾ വില കണക്കാക്കുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ലക്ഷക്കണക്കിന് രൂപ വരും. പല കാവുകളും ഇപ്പോൾ കണ്ണൂർ കാസർഗോഡ് ജില്ലയിലെ പല കാവുകളിലും ഏതെങ്കിലും ഒരു സ്പീഷീസ് മരം പ്രധാനമായിട്ട് മേജർ ആയിട്ടുള്ള ഒരു ട്രീ ആയിട്ട് വരും. ഡോമിനൻറ്റ് സ്പീഷീസ് എന്ന് പറയും. നീലിയാർ കോട്ടത്തിൽ ഇതുപോലെ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഏറ്റവും ഡോമിനൻ്റായ ഒരു സ്പീഷീസ് എന്ന് പറയുന്നത് മരക്കാശാവാണ്. ഈ മരക്കാശാവ് ഇവിടുത്തെ പ്രധാന ഒരു മരമാണെങ്കിൽ മറ്റ് പല കാവുകളിലും ചിലയിടത്ത് നായുരുപ്പ് എന്ന് പറയുന്ന സാധനമായിരിക്കും, അല്ലെങ്കിൽ പുണ്യാവ എന്ന് പറയും. ഇപ്പോൾ മാടായിക്കാവൊക്കെ നോക്കിയാൽ പുണ്യാവ എന്ന് പറയുന്ന മരങ്ങളാണ് കൂടുതലായിട്ട് അവിടെ മുൻപന്തിയിൽ നിൽക്കുന്നത്. ഇവിടുത്തെ ഒരു ജൈവവൈദ്യം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു 200-ലധികം സപുഷ്പ സസ്യങ്ങളുണ്ട്. ഏകദേശം ഒരു 30-ലധികം പന്നൽ ചെടികളും ബ്രയോഫൈറ്റുകൾ എന്ന് പറയും. പന്നൽ ചെടികളെക്കാളും കുറച്ചും കൂടി താഴെയുള്ള നമ്മുടെ മഴക്കാലത്ത് മാത്രം രൂപപ്പെടുന്ന ചെറിയ സസ്യങ്ങളുണ്ട്, പൂക്കളില്ലാത്ത തരം. അതുപോലെ തന്നെ ഈ ഇത്രയും സസ്യവൈവിധ്യം ഉള്ളതുകൊണ്ട് തന്നെ 100-ലധികം ചിത്രശലഭങ്ങൾ. ആ ചിത്രശലഭങ്ങളിൽ നമ്മുടെ പശ്ചിമഘട്ട മേഖലയിൽ മാത്രം കാണുന്ന അതുപോലെ തന്നെ സംസ്ഥാന ചിത്രശലഭമായ ബുദ്ധമയൂരി, ചുട്ടിമയൂരി, അതുപോലെ തന്നെ പുള്ളിവാലൻ, ഇങ്ങനെയുള്ള പശ്ചിമഘട്ട മേഖലയിലെ സ്ഥാനിക ശലഭങ്ങളും അതോടൊപ്പം തന്നെ നമ്മുടെ വന്യജീവി നിയമത്തിൻ്റെ 1ഉം 2ഉം പട്ടികകളിൽ ഉൾപ്പെടുത്തി സംരക്ഷിക്കപ്പെട്ടതുമായ ശലഭങ്ങളും ഉണ്ട്. അടുത്ത കാലത്തായിട്ട് ഇവിടെയുള്ള ചില തുമ്പികളെ കൂടി നിരീക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ അടുത്ത കാലത്തായിട്ട് കേരളത്തിൽ നിന്ന് ഒരു 2-3 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ നിന്ന് കണ്ടെത്തിയ പ്ലാറ്റിലെസ്റ്റസ് എന്ന ജനസിൽപ്പെട്ട ഒരു തുമ്പിയെയും ഇവിടെ നിരീക്ഷിക്കുകയുണ്ടായി.
പക്ഷികൾ ഏകദേശം ഒരു 90ഓളം തരം പക്ഷികളെ ഇവിടെ നിരീക്ഷിക്കാൻ കഴിയുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായി പറയാനുള്ളത് മലമ്പുള്ളി എന്ന് പറയുന്ന ക്രസ്റ്റഡ് ഗോസോക്ക് എന്ന് പറയുന്ന ഒരു പക്ഷിയാണ്. അത് പൊതുവെ കേരളത്തിൽ വളരെ എണ്ണത്തിൽ കുറവാണ്. അതിൻ്റെ ഒരു കൂട് ഇവിടെ മുമ്പ് സ്ഥിരമായിട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പത്തിരുപത്തിരണ്ട് കൊല്ലം മുന്നേ എനിക്കൊരു ഒരു രോഗം വന്നിന്. ആരുമില്ല, അച്ഛനും അമ്മയും ഞാനും എൻ്റെ ഭർത്താവും മക്കളും മാത്രമേ. ആളുണ്ട്, പക്ഷെ നമുക്കങ്ങനെ അതിന് അത്രക്കൊരാളൊന്നും ഇല്ല എന്നെ സഹായിക്കാൻ പറ്റുന്നത്. ഞാനിങ്ങനെ ഇവിടെ വന്നിട്ട് പ്രാർത്ഥിച്ചു, ആസ്പത്രിയിൽ പോകുമ്പോൾ പ്രാർത്ഥിച്ചു. എൻ്റെ മക്കൾക്ക് ആരും ഇല്ലാതെ ഒരു താങ്ങുന്നണലായിട്ട് എൻ്റെ ജീവനെ എടുക്കാണ്ട് എൻ്റെ അമ്മ എന്നെ രക്ഷിക്കണം, എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു. അതേപോലെ 23 കൊല്ലമായി എൻ്റെ അസുഖം മാറിയിട്ട് ഞാൻ ഇന്നും അമ്മയുടെ നടയിൽ വന്നിട്ട് പ്രാർത്ഥിക്കുന്നു. ഒരാപത്തും ഇല്ലാണ്ട് എൻ്റെ ജീവനെ രക്ഷിച്ചു തന്നിന്. അതൊരു അനുഭവം എനക്കെന്നല്ല എവിടെയും ആർക്കും തന്നെ. നമ്മൾ അങ്ങനെ ഒരു വേദനയോടുകൂടെ വിളിച്ചാലും നമ്മളെ അമ്മ കൈ കഴിയില്ല. അത്രക്കൊരു ശക്തിയാണ് ഇവിടെ. അത്രയൊരു ചൈതന്യവതിയായിട്ട് വലിയൊരു അമ്മയാണ് സരസ്വതി ദേവി ആണിത്. ക്ഷേത്രത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് പല ആൾക്കാരും അഭിപ്രായപ്പെട്ടു. സാധാരണഗതിയിൽ പഴയ ഒരു കല്ല് വള്ളൂട് വളച്ച് കെട്ടിയ ഒരു ക്ഷേത്രം മാത്രമേ ഉള്ളൂ. അപ്പോൾ പല ജനങ്ങൾ ഇവിടുത്തെ ജനങ്ങൾ തന്നെ ഇവിടെ പരിസരത്തുള്ള ജനങ്ങൾ തന്നെ ഇത് പുനരുദ്ധാരണം വേണ്ടി എല്ലാവരും ഭംഗിയാക്കുന്നുണ്ട്, ഇവിടുത്തെ നിങ്ങളൊന്നും ചെയ്യാത്തത് എന്നുള്ള പല പരാതിയും വന്നുകൊണ്ട് ഞങ്ങളൊരു ഒരു സ്വർണ്ണ പ്രശ്നത്തിന് മുഖാന്തരം ആയിക്കോട്ടെ എന്നുള്ള ഒരു നിഗമനത്തിൽ തന്നെ എത്തി. അങ്ങനെ വിദഗ്ധമായ സ്വർണ്ണ പ്രശ്നമായി വരുത്തി അവരുടെ ചിന്താപ്രകാരം ജീർണാവസ്ഥ മാറ്റണമെന്നും കാലത്താലുള്ള അതിൽ നിന്ന് ഒരു മാറ്റം വരുത്താതെ പുതിയതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല ചെയ്യാം എന്നുള്ള ഒരു സമ്മതം കിട്ടിയതുകൊണ്ടാണ് പുനരുദ്ധാരണം തീരുമാനിച്ചു വന്നത്. പുനരുദ്ധാരണം പറഞ്ഞ 3 വർഷത്തിലുള്ള പറഞ്ഞ പരിധിക്കുള്ളിൽ തന്നെ നടത്താൻ കഴിഞ്ഞതിൽ അമ്മക്ക് നമ്മൾ ഒരുപാട് നന്ദി പറയുന്നുണ്ട്. അമ്മക്ക് ഇങ്ങനെയൊന്നും വേണ്ട, അമ്മക്ക് പണ്ടത്തെ ആ ഒരു ഇതേ വേണ്ടു. പക്ഷേ എങ്കിൽ ഇതെല്ലാം ഇങ്ങനെ അന്യതായി പോന്നായതുകൊണ്ട് ഇവരിങ്ങനെ കെട്ടിക്കുടുക്കി വെച്ചിരുന്നല്ലോ. പക്ഷെ ഇതിനെപ്പറ്റിയൊന്നും ഇതൊന്നും അമ്മക്ക് അത്ര വലിയ തൃപ്തിയിലൊന്നും ചെയ്തതല്ല. അമ്മക്കൊന്നും വേണ്ട, അമ്മക്ക് വെള്ളിക്കെട്ടും അമ്മേരെ ആ പണ്ടത്തെ ഇത് തന്നെയാണ് നമുക്കെല്ലാം ഇഷ്ടവും തൃപ്തിയും. പിന്നെ പഴയ കല്ലും അതെല്ലാം അതെല്ലാം പൊളിച്ചു മാറ്റിയിട്ട് ഇങ്ങനെ ആക്കിയെന്നേ ഇല്ലു. ട്രഡീഷണൽ വേയിലുള്ള റിനോവേഷൻ ആവാം. ട്രഡീഷണൽ എങ്ങനെയാണോ ഈ കാവി നമ്മുടെ കേരളത്തിലുള്ള അമ്പലങ്ങളും അതുപോലെ കാവുകളിലും പിന്നെ പല പല ബിൽഡിങ്സ് ഉണ്ടാക്കിയത്, വഴികൾ ഉണ്ടാക്കിയത് അതേ മെറ്റീരിയൽ കൊണ്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. സിമെന്റ് പോലെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പലപ്പോഴും അത് ഇക്കോസിസ്റ്റത്തിന് വിരുദ്ധമായിരിക്കും. കൊട്ടിയൂർ ദക്ഷയാഗം, സ്വയംഭൂ, ഇതൊക്കെ താന്ത്രിക കുടുംബങ്ങളിലെ എല്ലാ തന്ത്രിമാർക്കും ഏറെ പരിചിതമാണ്. തിരിച്ചു വരുന്ന വഴി അദ്ദേഹം മണത്തണക്കടുത്ത്, ഇന്നും മണത്തണയിലെ ആ ഒരു ജോഗ്രഫിക്കൽ പോയിന്റ് അവിടെയുണ്ട്, ആ കുളവും അവിടെയുണ്ട്. അവിടെ നിന്ന് കുളിക്കുകയും മണത്തണ പോതിയെ കാണുകയും അവർ തമ്മിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാവുകയും ഒരു ഘട്ടത്തിൽ തന്ത്രി ആ ദേവതയെ അങ്ങനെ തന്നെ ആവാഹിച്ചു കൊണ്ടുവരികയൊക്കെ ചെയ്യുന്നുണ്ട്. അത് കൊണ്ടുവരുമ്പോൾ വഴിയിൽ വെച്ച് അവർ തമ്മിലൊരു കോൺവെർസേഷൻ ഉണ്ടാകുന്നുണ്ട്. നീ എന്നെ എവിടെയാണ് നിർത്താൻ വേണ്ടി പോകുന്നത് എന്നൊരു ചോദ്യമുണ്ട്. എല്ലാ താന്ത്രിക കുടുംബങ്ങളിലോടും അല്ലെങ്കിൽ താന്ത്രികന്മാരോടും നമ്മുടെ മലനാട്ടിലെ ദേവതമാർ ചോദിച്ച ചോദ്യതാണ്. അവർ തമ്മിൽ നല്ല വഴക്കുകളുണ്ടാവും, സംഘടനകളുണ്ടാവും.
പക്ഷേ അവസാനം അവർ തമ്മിൽ കോംപ്രമൈസിലാവുകയും ആ കോംപ്രമൈസിൽ എന്നെ എവിടെയാണ് ഇരുത്താൻ വേണ്ടി പോകുന്നതെന്ന് ചോദിക്കുകയും ചെയ്യും. അതിലൊരു ചോദ്യം കടുവയും പശുവും ഒപ്പം ഇരിക്കുന്ന സ്ഥലം. അത് ഒരു വലിയ ബിംബമാണ്. ആ ബിംബം എന്ന് പറയുന്നത് ജൈൻ കൾച്ചറിൽ ഉള്ളൊരു ബിംബമാണത്. നരിയും പശുക്കുട്ടിയും പാല് കുടിക്കുകയൊക്കെ ചെയ്യുന്നത്. കാരണം അത് നമ്മുടെ ആനിമൽ ലോറുമായിട്ട് ബന്ധപ്പെടുന്നൊരു സാധനം. അപ്പോൾ നേരത്തെ ഇത് കുറച്ചും കൂടി ഹൈറ്റിലുണ്ടായിരുന്നതാണ്. അതൊരു കൃത്യമായിട്ടുള്ളൊരു മടയായിട്ട് അല്ലെ ഒരു ചെറിയൊരു ഗുഹയായിട്ടുണ്ടായിരുന്നതാണ്. പഴയകാലത്ത് നരി അല്ലെങ്കിൽ കടുവ വസിച്ചിരുന്ന സ്ഥലമായിരിക്കാം. പിന്നീട് അവിടെ നരിയിലും ചെറുത് എന്ന് പറയുന്ന കുറുനരി അല്ലെ ജക്കാൾസ് എന്ന് പറയുന്ന സസ്തനിയും ഇവിടെ കഴിഞ്ഞിട്ടുണ്ടാകാം. കുറച്ചുകൂടി ഉയരത്തിലുണ്ടായിരുന്നത് കഴിഞ്ഞ ഒരു 10-15 വർഷത്തിനിപ്പുറമാണ് ഇത് ഇടിഞ്ഞ് വീണത്. അതുവരെ അതിനെ താങ്ങി നിർത്തിയിരുന്നത് ഇപ്പോഴൊരു വലിയ പാറക്കല്ലിനെ താങ്ങി നിർത്തുന്നതും ഈ ഒരു ആൽവർഗത്തിൽപ്പെട്ട മരമാണ്. നരിയും പശുവോട് ഒന്നിച്ച് മെയ്യുന്നുണ്ടോ അവിടെ ഞാൻ ഇരിക്കുള്ളൂ എന്നുള്ളത്. അങ്ങനെയാണ് നേരെ നടന്ന് പുലിപ്പുറത്ത് വന്നിരിക്കും. വിജനമായ സ്ഥലം മാങ്ങാട്ട് വരുമ്പോൾ ഒന്നുമില്ല. ഇതെല്ലാം പിന്നെ വന്നതാണ് ഈ ക്യാമ്പും ഇതെല്ലാം. മാങ്ങാട്ട് തറാന്ന് വെച്ചാൽ പറമ്പാണ്. ഈ അറ്റം കാണാതെ കാട് എന്നാ പറയല്ലേ, അത്രയും വലിയ സ്ഥലമല്ലോ. എന്നതിന് ശേഷം അമ്മ വന്നതിന് ശേഷം ഈ കാടെല്ലാം വിപുലീകരിച്ച് കാടെല്ലാം സമൃദ്ധമായിട്ടുണ്ടായത് പോലും. അപ്പോൾ ഇവിടെ വന്നിരുന്നിട്ട് അന്ന് കൊണ്ടുവന്ന കർമ്മെല്ലാം ചെയ്തിട്ട് അയാളെ അവിടെ ഇരുത്തിയിട്ട് തന്ത്രി ഇതിലേ കൂടി വെള്ളിക്ക് കടവ് അടുത്തിട്ട് അങ്ങോട്ട് പോയി ചെയ്തു. ഉറുപ്പേ പോയി പറപ്പുലേ കൂടി പട്ടുത്തേ കൂടി അങ്ങനെ ആ ബന്ധം അങ്ങനെ പോകുന്നു. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരുന്നേരത്ത് അമ്മ വന്നിരുന്ന സ്ഥലം ആദ്യം കൂടിയാണ്. അപ്പോൾ എപ്പോഴെങ്കിലും വഴി പോകുന്നവരെ ഇവക്ക് ഭക്ഷണം കിട്ടാണ്ടായില്ലേ. അപ്പോൾ ഭക്ഷണം കിട്ടാണ്ട് എപ്പോഴെങ്കിലും വഴി പോകുന്നവരാ രക്തം കുടിക്കും ആദ്യം, പഴയ സ്വഭാവം തന്നെ. ഈ ദാഹം തീർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആളെ ഇറത്തു, പിന്നെ ആനേനെ ഇറത്തു, പിന്നെ ആടിനെ ഇറത്തു, പിന്നെ കോഴീനെ ഇറത്തു. അങ്ങനെയാണ് ഇതിൻ്റെ കഥ പോകുന്നത്. ആ വഴിയുള്ള സമയത്ത് ഭക്തജനങ്ങൾക്ക് പോകാനും വരാനും രാത്രി കാലങ്ങളിലെല്ലാം വരാനുള്ള ഒരു പറയുന്നത് വിഷമം പേടിപ്പിക്കുന്നത് എന്നുള്ള അല്ലെങ്കിൽ പേടി ഉള്ള ഒരു അവസ്ഥ വന്നപ്പോൾ ഭക്തജനങ്ങളും ഒരാളിനും കൂടിയിട്ട് തന്ത്രിയോട് പരാതി പറഞ്ഞു എന്നാണ് പറയുന്നത്. ഇങ്ങനെ സംഭവമുണ്ട്, അതിനൊരു പരിഹാരം കാണണം എന്ന് പറഞ്ഞു. അപ്പോൾ തന്ത്രി അതിന് ശേഷമാണ് അവിടെ കിഴക്കോട്ട് മുഖമായിട്ടായിരുന്നു ആദ്യത്തെ പ്രതിഷ്ഠ. ഇപ്പോൾ നേരെ അവരുടെ നരിമടക്ക് അഭിമുഖമായിട്ട് വടക്കോട്ട് പ്രതിഷ്ഠയായിട്ട് ആണ് ഇപ്പോഴത്തെ പ്രതിഷ്ഠ വെച്ചത്. അങ്ങനെ അതിനുശേഷമാണ് ഇവിടുത്തെ ജനങ്ങൾക്കെല്ലാം അവരുടെ സമാധാനവും ശാന്തിയും ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. ഈ കാവിൻ്റെ റിച്വൽ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ മദർ ഗോഡസസ് കൾട്ട് അല്ലെങ്കിൽ ഫെർട്ടിലിറ്റി കൾട്ട് അല്ലെങ്കിൽ ഉർവരത എന്ന് പറയും. ഇത് പിന്നെ ഇൻഡസ് വാലി കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു ദൈവ ആരാധന എന്ന് പറയുന്നത് മദർ കൾട്ടിലൂടെ തന്നെയാണ് ഇന്ത്യയിൽ ആരംഭിച്ചിരിക്കുന്നത്. ഇൻഡസ് വാലി നോക്കിയാൽ കാണാം. പിന്നീടാണ് അവിടെ പശുപതി എന്ന് പറയുന്ന ശിവ ഫോം ആണെന്ന് പറയപ്പെടുന്ന ഒന്ന് വരുന്നത്. ഈ കാവിനെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ കാവിൻ്റെ സങ്കല്പം എന്ന് പറയുന്നത് ഫെർട്ടിലിറ്റി കൾട്ട് തന്നെയാണ്. സന്താന ഭഗവതിയായിട്ടാണ് പിന്നെ വന്നത്. അത് അമ്മ അത് ഒരാൾ നമ്മൾ പ്രാർത്ഥിക്കുന്നതിനനുസരിച്ചായിരിക്കും ഓരോ ശക്തി ഉണ്ടാവുക. എങ്ങനെ നമ്മൾ ആരാധിക്കുന്നു അതുപോലെ ഭാവനാൽ ഭാവസ്വരൂപിണി എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ. അപ്പോൾ കുട്ടികളുണ്ടാകാൻ വേണ്ടിയിട്ട് അധികം ആൾക്കാരും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അത് ആ കാര്യം മറ്റുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ഏറ്റവും മുഖ്യം സന്താന ഭഗവതിയായിട്ടാണ്. ഇപ്പോൾ താഴെ ദേവകർമ്മം, മുകളിൽ അസുരകർമ്മം, ദാരികനെ വധിച്ച സങ്കല്പത്തിൽ രാവും പകലുമല്ലാതെ സമയത്ത് അമ്മയുടെ പ്രത്യക്ഷണം. രാവും അതുകൊണ്ട് എന്താ പറയുക, അന്തീപകലീശ്വരി ആണ്. പിന്നെ മുഖത്തെഴുത്ത് വല്ല പിന്നെ മറ്റുള്ളതിന് തായ്പരതകൾ ശംഖും പാളൊന്നെല്ലാം പറയും. ഇതിന് മാങ്കണ്ണും വില്ലൂരി ചുള്ളിപ്പൂട്ടിട്ട് എരിഞ്ഞിപ്പൂ മുട്ടിട്ടുള്ള എഴുത്താണ്. പ്രത്യേക തരം എഴുത്താണ്. നാഗുമായിട്ട് ബന്ധപ്പെട്ട എഴുത്താണ് ദിവസവും എഴുതുക. ചുള്ളിപ്പൂ എരിഞ്ഞിപ്പൂലിട്ടിട്ടുള്ള എഴുത്ത് പ്രധാനപ്പെട്ട ദിവസം. പിന്നെ വാദ്യമില്ല, മദ്ദളും ചെർമങ്ങലും.
ഇതിൻ്റെ സമയം അന്തിപകലീശ്വരമാണല്ലോ. രാവും പകലുമല്ല സമയത്ത് ആ ത്രിസന്ധ്യാ സമയത്തിന് ഇരുളും വെളിച്ചത്തോടുകൂടി അമ്മ ഇറങ്ങണം. ബാക്കി നാട്ടിലെടുക്കലും തെയ്യലും മുറ്റത്ത് ഇരുമുറ്റത്ത് പോയിട്ട് ഉടയിട്ട് തിരുമുറ്റത്ത് പോയിട്ട് അവിടെ നിന്ന് ആ മുടി വെക്കുക. ഇത് കൊലന്തകഞ്ഞ മാതാവ് എന്ന് പറയുമ്പോൾ അമ്മേനെ തിരുമുറ്റത്ത് കാണുമ്പോൾ ഇങ്ങനെ മുടിയും വെച്ച് വാളോടുകൂടിയാണ് വരിക. മറ്റുള്ളവർക്ക് മുടിയെടുത്ത് വെച്ച് ഒന്ന് തിരിഞ്ഞ് എന്നതിന് ശേഷം വാള് കൊടുക്കുള്ളൂ. ഇത് ഇവിടുന്ന് നമ്മൾ ഭക്തജനങ്ങൾ കാണുമ്പോൾ അമ്മ ഇങ്ങനെ കാട്ടത്തേക്ക് ഇങ്ങനെ ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയെക്കുറിച്ച്, പ്രത്യേകിച്ചും കേരളത്തിലെ വടക്കൻ കേരളത്തിലെ ജാതി വ്യവസ്ഥയെക്കുറിച്ച് പഠനം നടത്തുമ്പോൾ നമ്മൾക്ക് പ്രതിസന്ധിയിലാകുന്ന ചില ഘട്ടങ്ങളുണ്ട്. എങ്ങനെയാണ് അടിയാളൻ്റെ ദേവതകൾ അധീശത്വം നേടുന്ന താന്ത്രിക കർമ്മക്കാരുമായി സമരസപ്പെടുന്നത് എന്നുള്ളതാണ്. കാവുകളിലെ തെയ്യത്തിൽ ബ്രാഹ്മണർ വരികയോ ബ്രാഹ്മണർ പൂജിക്കുകയോ ബ്രാഹ്മണരെ സ്പർശിക്കുകയോ ഒന്നും ചെയ്യാറില്ല. പക്ഷെ പിൽക്കാലത്ത് ഇതൊക്കെ ബ്രാഹ്മണവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായി അവിടെയൊക്കെ ബ്രാഹ്മണർക്ക് പ്രവേശനം ഉണ്ട്, അല്ലെ ബ്രാഹ്മണർ അതിൻ്റെ ചടങ്ങുകൾ ഏറ്റെടുക്കുന്ന രീതി നമുക്ക് കാണാം. എല്ലാത്തിനെയും ബ്രാഹ്മണവൽക്കരിക്കുന്ന രീതി അതിൻ്റെ ഭാഗമായിട്ട് ജാതി വ്യവസ്ഥയിൽ ഭൂമി ആരുടേതാണ് എന്ന ചോദ്യമുണ്ടാവുകയും അത് ദേവസ്വത്തിൻ്റെതാണ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെതാണ്, ദൈവത്തിൻ്റെ കയ്യാൾ ആരാണ് എന്ന് ചോദിക്കുകയും ബ്രാഹ്മണൻ മുന്നിൽ നിൽക്കുകയും ബ്രാഹ്മണൻ്റെ ഉപദേശത്തോടു കൂടി ക്ഷത്രകർമ്മം നടക്കുകയും അല്ലെങ്കിൽ ഭൂമി ഭരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം വരുമ്പോൾ ശൂദ്രരിൽ ശൂദ്രനാവുന്ന തൊട്ടുകൂടാത്ത അവർണൻ, പാർശ്വവൽക്കരിക്കപ്പെട്ടവൻ്റെ എല്ലാ മിത്തുകളെയും ഇവൻ സ്വാംശീകരിക്കുകയും ചെയ്യും. കാരണം ഇവന് ഭയമാണ്, അധ്വാനിക്കുന്നവന് ഭയമാണ് എന്ന് നിർബന്ധമായി കാണണം. അല്പം പ്രയാസമുണ്ടത്രേ, പൂർണ്ണ സന്തോഷമായിട്ടില്ല. ചിന്തിക്കാം കേട്ടോ, സമയദോഷം കൊണ്ടും കാര്യദോഷ കർമ്മദോഷം കൊണ്ടും ചില ആപത്തുകൾ സംഭവിച്ചു വരും. മാടായിടുന്ന മണത്തണിയും മാങ്ങാട്ട് പറമ്പിൽ വന്നിരിക്കുന്ന അന്തീപകലീശ്വരി, ധാരികവധം ചെയ്തിരിക്കുന്ന സമയത്ത് പ്രത്യക്ഷമാകുന്ന ജഗദമ്മ. ക്ഷേത്രഗോത്ര പരിപാലനങ്ങളും കർമ്മങ്ങളും പാരമ്പര്യം ഉണ്ടല്ലോ. എങ്കിലും ചെമ്പടിച്ച ശൈവോവൾ ഓടിട്ട മാടവം കാണാതിരിക്കുന്ന കാട് മറക്കുമല്ലോ. എത്ര വലുതായിരിക്കുന്ന ക്ഷേത്രം നിങ്ങൾക്കുണ്ടെങ്കിലും നിന്റെ ആത്മക്ഷേത്രം ശുദ്ധീകരിക്കുക. എല്ലാ കാര്യങ്ങളെല്ലാം കർമ്മമെല്ലാം അധിക സമയമില്ല, കർമ്മമെല്ലാം കഴിഞ്ഞ പാട് എങ്ങോട്ടോ പോകുന്നതെന്ന് പറയുന്നത് ഒറ്റ വരവിങ്ങു കാട്ടിലേക്ക് തന്നെ മറന്നു നിൽക്കുന്നു. റിച്വൽ പ്രാധാന്യത്തോടൊപ്പം തന്നെ ചരിത്രപരമായ പ്രാധാന്യവും കൂടി കണക്കിലെടുത്ത് ഈ ഒരു കാവിനെക്കുറിച്ച് തീർച്ചയായും പഠനം നടത്തേണ്ടത് അത്യാവശ്യമാണ്. കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ചരിത്രാതീത കാലത്തിൻ്റെ ശേഷിപ്പുകൾ വളരെ കുറവാണ്. നമുക്ക് ഈ കാവിൽ ചിലപ്പോൾ ഇതുപോലെ ആർക്കിയോളജിസ്റ്റുകളും ആന്ത്രപ്പോളജിസ്റ്റുകളും ചരിത്രകാരന്മാരും വന്ന് പഠനം നടത്തുകയാണെങ്കിൽ ഈ കാവിന് ഒരു പുരാതന പൈതൃകം ഉണ്ടെന്ന് തന്നെ നമുക്ക് തീർച്ചയായും കണ്ടെത്താൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇത് എത്ര കാലം സർവൈവ് ചെയ്യും എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യത്തിനൊന്നും യാതൊരുവിധ പ്രസക്തിയുമില്ല. കാരണം ഫോക്ലോറിൻ്റെ ബേസിക് തിയറിയിലുള്ള ഒരു അടിസ്ഥാന തിയറിയിൽ ഒന്ന്, ഒരു സമൂഹത്തിന് ഏതൊരു ഇനമാണോ വേണ്ടതെന്ന് തോന്നുന്നത് അത് പിന്നീട് തിരിച്ചു വരാത്ത വിധം അത് ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാവും എന്നുള്ളതാണ്. അപ്പോൾ അതുവരെ ഒരു പക്ഷേ ഈ തെയ്യങ്ങളും ആരാധനകളും ഉണ്ടാവും.